നമ്മളിനി നേരെ പോകുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ 109 റാങ്ക് നേടിയ അമൃത മുരളി ചേരുന്നുണ്ട്. അമൃത, നേരെ ചോദിച്ചോളൂ, നേരെ പങ്കുവെച്ചോളൂ അജയന്റെ സന്തോഷം. ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ലീഡ് IAS-ലാണ്. കേരളത്തിലെ തിളക്കമാർന്ന വിജയം നേടിയത് ഇത്തവണ ലീഡ് IAS തന്നെയാണ്. ലീഡിലാണ് അജയ് നമ്മളോടൊപ്പം ഉള്ളത്. അജയ്ക്ക് ഇത്തവണ റാങ്കിൽ 109 റാങ്കാണ് കിട്ടിയത്. അജയോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് അജയ്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻ ലീഡ് തന്നെയാണ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്തത്. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. അപ്പോൾ ലീഡ് തരുന്നൊരു ഷെഡ്യൂൾ ഉണ്ട്, നമുക്ക് ഡെയിലി ടാർഗറ്റ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, അത് തന്നെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ യെസ്. ഈ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, പക്ഷേ ഒരു 100-ൽ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഈ ഒരു റൗണ്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു എക്സാമാണ്. സോ യെസ്, കിട്ടുമ്പോൾ ഒരു കൺവിക്ഷൻ കിട്ടി, വർക്കായി എന്നുള്ള രീതിയിൽ. എന്തായിരുന്നു റിസൾട്ട് വന്നപ്പം? ഒബ്വിയസ്ലി വളരെ സന്തോഷമായിരിക്കും. എങ്കിലും ബേസിക്കലി നമ്മളിങ്ങനെ ഇടയ്ക്ക് ഗ്രൂപ്പിൽ നോക്കും, ഇതിപ്പോൾ ട്യൂസ്ഡേ തൊട്ട് റിസൾട്ട് വരും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ ഒന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയാം അറൗണ്ട് 2 o'clock ആകുമ്പോൾ UPSC എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പേസ്റ്റൊക്കെ എൻ്റെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നെ ആൽബർട്ട് ഏട്ടനാണ് ആദ്യം വിളിക്കുന്നത്, KS 3rd റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള. ഞങ്ങളൊരു സ്റ്റഡി കോഴ്സിലുള്ള. അപ്പോൾ പിന്നെ പെട്ടെന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആനന്ദ് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ 109 കണ്ടു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ മൊമെൻറ്റ്. കൂടെയുള്ളവരൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിലും അതുപോലെ പിന്നെ ഇന്റർവ്യൂ ടൈമിലും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു എല്ലാവരുടെയും? ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ലീഡിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. അത് കൂടാതെ തന്നെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് സർവീസിലുള്ളവരുണ്ട്. ബെഞ്ചോ, നെവിൻ, ഒരു IAS IPS ആണ്. ഇപ്പോൾ പറഞ്ഞ ആൽബർട്ട്, ഇവരുടെ ഒരു ലൈക്ക് അവർ പേപ്പർ നോക്കും, അവർ തന്നെ ഒപ്പീനിയൻ പറയും. അതേപോലെ ആനന്ദ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, ഗോവിന്ദ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്, പോൾ എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്, ഇവരെല്ലാം വൺ ഓഫ് ദി അതർ വേ ഇൻ്റർവ്യൂവിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ പോയിന്റ്സ് എഴുതാം, അങ്ങനെ അവർ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സോ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് സിസ്റ്റവും പ്ലസ് ലീഡിൻ്റെ ഒരു മെക്കാനിസം, ഒരു ഈക്കോ സിസ്റ്റം ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭവ്യ, അപ്പോൾ കഠിനമായി പ്രയത്നിച്ചാൽ ഏത് വിജയവും നേടാമെന്നതിന്റെ ഉദാഹരണമാണ് അജയ്. അതുപോലെ തന്നെ ഇത്തവണ 271 റാങ്ക് നേടിയ സിദ്ധാർത്ഥും ഇവിടെയുണ്ട്. സിദ്ധാർത്ഥ്, ഹൈ, കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെ തോന്നുന്നു? ഹാപ്പിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 4 years ആയിട്ടുള്ള ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു. ഒരു 4 വർഷത്തിന് ശേഷം നമ്മൾ വിചാരിച്ച ഒരു ലിസ്റ്റിലേക്ക് ഹോളി PDF എന്ന് എല്ലാവരും പറയുന്നതിൽ പേര് കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആണ് ഡെഫിനറ്റ്ലി. എങ്ങനെയായിരുന്നു ഇപ്പം 4 വർഷം എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ടൈം പീരീഡ് ആണ്. ഈ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാനിവിടെ തന്നെ ആയിരുന്നു, ലീഡിലായിരുന്നു എൻ്റെ പ്രൈമായിട്ട്, പ്രിലിംസ് കംസ് മെയിൻസിൻ്റെ കോഴ്സ് ചെയ്തിട്ടുള്ള 1 year കംപ്ലീറ്റ് ആയിട്ട്. ഓപ്ഷനിൽ ഇവിടെ ജാലകം എന്ന് പറഞ്ഞ സരിത ടീച്ചർ, മാർഷൽ സർ, അവരുടെ അടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും ഇത് കഴിഞ്ഞ റിപ്പീറ്റേഴ്സ് കോഴ്സ് ഉണ്ട്, ബൗൺസ് ബാക്ക്. അപ്പോൾ 24-ലെ ബൗൺസ് ബാക്കും 25-ലെ പ്രിലിംസ് സ്കില്ലറും മെയിൻ സ്കില്ലറും ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പും, അങ്ങനെ ഇവിടെ തന്നെയാണ് കണ്ടിന്യൂസ്ലി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വർക്കിംഗ് ആയിരുന്നു സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഇന്ന് റിസൾട്ട് വന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു സപ്പോർട്ട്? ഫാമിലിയൊക്കെ എന്താണ് പറയുന്നത്? എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. ഞാൻ റിസൾട്ട് വന്നു നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. കാരണം ഇവിടെ ഈ ഒരു എക്കോസിസ്റ്റമാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും എൻ്റെ ഫാമിലി ആണെങ്കിലും അറിയാം. കാരണം ഞാൻ വീട്ടിൽ കയറുന്ന രാത്രി 2 മണി വരെയാണ്. അതുവരെ ഇവിടെയും റീഡിംഗ് റൂമും ഒക്കെ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞൊരു 1 വർഷത്തെ ജേണി. അതുകൊണ്ട് ആദ്യമേ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇനി വേണം വീട്ടിൽ പോയി അവരുടെ ഒരു റെസ്പോൺസ് കൂടെ എടുക്കാനായിട്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ ദ ഹോളി PDF എന്നാണ് സാധാരണ സിവിൽ സർവീസ് ലിസ്റ്റിനെ നമ്മൾ പറയുക. വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനം, അതുപോലെ പരിശ്രമം, ഉറക്കമൊഴിച്ചും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് പലരും ഈ ഒരു സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഈ ഒരു ഉന്നത വിജയം നേടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പലർക്കും അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അജയ്, നമുക്കറിയാം എത്ര പരിമിതികളുണ്ടെങ്കിലും അവയെല്ലാം മറികടന്ന് കഠിന പ്രയത്നം നടത്തുകയാണെങ്കിൽ ഏത് ആഗ്രഹവും സാധിക്കാമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അജയ് നമുക്ക് നൽകുന്നത്. ഏതായാലും ഭവ്യ, അങ്ങനെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മലയാളി തിളക്കം തന്നെ ഇത്തവണത്തെ റാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു വിജയാഘോഷത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും. തീർച്ചയായും അമൃത മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അത്തരത്തിൽ വിജയികളായ എല്ലാവർക്കും